അത്യധികമായി ആഗ്രഹിച്ചു നടത്തുന്ന ഒരു പെസഹ എന്നാണ് സുവിശേഷം പറയുന്നത്. അവൻ ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്ന ഒരു പെസഹയാണ്. തീർത്തും ഒരുങ്ങിയാണ് അവൻ പെസഹ ആഘോഷിക്കുന്നത്. അതിന് സുവിശേഷം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നു. അവൻ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. കുടം കൊണ്ട് നിൽക്കുന്ന ഒരാളെ കാണും, അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരുക്കപ്പെട്ട ഒരു മുറി. ഒരുക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും, ഒരുക്കപ്പെട്ട സ്ഥലത്ത് നിന്നും, ഒരുക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഒരുങ്ങി അവൻ പെസഹ ആചരിച്ചു, ഓർമ്മയാകുവാൻ വേണ്ടി. ഒരുക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും, ഒരുക്കപ്പെട്ട സ്ഥലത്തിൽ നിന്നും, ഒരുക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഓർമ്മിക്കുവാൻ വേണ്ടി അവൻ പെസഹ ആഘോഷിച്ചു. സ്നേഹമുള്ളവരെ, പെസഹ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഒരുക്കമുണ്ടായിരുന്നോ എന്ന്. ശ്രേഷ്ഠതയുടെ ആഘോഷമാണ് പെസഹ. ഈ പെസഹ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരുക്കമുണ്ടാകണമെന്നാണ് പറയുക. ബാഹ്യമായ ഒരുക്കങ്ങളല്ല, മറിച്ച് ഓർമ്മയാകുവാനുള്ള ഒരു ഒരുക്കമാണ് നമുക്ക് വേണ്ടത്. ഇനിയും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അനേകർ എന്റെ ജീവിതത്തെ നോക്കി പറയണം, ഓർമ്മകൾ കൊണ്ട് ഒരുങ്ങി പെസഹ ആചരിച്ച മനുഷ്യരുടെ കഥയാണ് ക്രൈസ്തവ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം എന്നൊക്കെ. അതിനൊക്കെ അർത്ഥമുണ്ടാകണമെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഈ നോമ്പിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരുക്കമുണ്ടായിരുന്നോ എന്ന്, എന്റെ ജീവിതത്തിൽ ഒരുക്കമുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കണം. ബാഹ്യമായ ഒരുക്കങ്ങളല്ല, പൗഡറിട്ട് എണ്ണയിൽ കുളിപ്പിച്ച തലമുടിയും ചേർത്ത് പിടിച്ചുള്ള ജീവിതമല്ല നമ്മുടേത്, മറിച്ച് ആത്മീയമായ ഒരുക്കം. ക്രിസ്തു നൽകുന്ന ഒരുക്കം ആത്മീയതയുടെ ഒരുക്കമാണ്. അവൻ ഒരുങ്ങുന്നത് നോക്കുക, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ഒരുങ്ങുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒരുങ്ങുന്ന ഒരു വ്യക്തി. അവൻ തുവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആദ്യമേ തന്നെ ഒരുക്കമില്ലാത്തവരെ കഴുകി വൃത്തിയാക്കുന്നു. ആദ്യമേ തന്നെ അവന്റെ അടുത്തിരിക്കാൻ ഒരുക്കമില്ലാത്തവരെ അവൻ കഴുകി ഒരുക്കിയെടുക്കുകയാണ്. നോക്കുക, ഇതാണ് ദിവ്യകാരുണ്യം. അടുത്തിരിക്കുന്നവനെ അകറ്റി നിർത്തുകയല്ല, മറിച്ച് ചേർത്ത് പിടിച്ച് ഒരുക്കിക്കൊണ്ട് അവനെ വീണ്ടും ഓർമ്മയാകണമെന്ന് പഠിപ്പിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എന്റെ കുടുംബ ജീവിതത്തിൽ ആർക്കെങ്കിലും ബലഹീനതകളുണ്ടോ, ആർക്കെങ്കിലും കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, അവരെ അകറ്റി നിർത്തുകയല്ല, അടുത്തു ചേർത്ത് പിടിച്ച് ഒരുക്കിയെടുക്കണം. അപ്പോഴൊക്കെയാണ് ഞാനും പെസഹ പോലെ ഓർമ്മിക്കപ്പെടുക. ഞാനും പെസഹ പോലെ ഓർമ്മിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ അകലേക്ക് പായിക്കുകയല്ല, മറിച്ച് അടുത്തു ചേർത്ത് പിടിച്ച് ഒരുക്കിയെടുക്കണം. സ്നേഹമുള്ളവരെ, അവിടെയൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുക. അവിടെയൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത്. ഒരുക്കിയെടുക്കാൻ പഠിക്കണം. ക്രിസ്തു ഒരുക്കിയെടുക്കുകയാണ്. വിണ്ടുകീറിയ പാദങ്ങളെ കഴുകി മുത്തിക്കൊണ്ട് അവൻ ഒരുക്കമില്ലാത്തവരെ ഒരുക്കിയെടുക്കുന്നു. അഹംഭാവത്തിൽ നിൽക്കുന്നവരെ ഒരുക്കിയെടുക്കുന്നു. സ്വാർത്ഥതയുടെ നിലവിൽ നിൽക്കുന്നവരെ ഒരുക്കിയെടുക്കുന്നു. വലിയവരാന്ന് ഭാവിക്കുന്നവരെയൊക്കെ ചെറിയവരാകാൻ പഠിപ്പിച്ചുകൊണ്ട് ഒരുക്കിയെടുക്കുന്നു. നോക്കുക, ഒരു ഗുരുവും കർത്താവുമായവൻ കാലുകൾ കഴുകി മുത്തിയപ്പോൾ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന മാറ്റം. അതുവരെ ആര് കഴുകും, ആര് ശുശ്രൂഷ ചെയ്യും, ആര് വിളമ്പുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നവർ ഗുരു പാദങ്ങളെ കഴുകി മുത്തിയപ്പോൾ ചിന്തകൾ മാറ്റി. അതുവരെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച ശിഷ്യന്മാർ പിന്നീട് ഗുരു പറയുന്നതിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അതാണ് ക്രിസ്തുവിന്റെ പെസഹ. ഈ പെസഹായ്ക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവൻ പാദങ്ങൾ കഴുകുന്നു. പാദങ്ങൾ കഴുകുമ്പോഴോ പറയുന്നത്, ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം ചെയ്തു തുടങ്ങുക. നാളെ ചെയ്താൽ മതി എന്നല്ല പറയുന്നത്, മറിച്ച് ചെയ്തു തുടങ്ങുക ഇപ്പോൾ തന്നെ. ക്രിസ്തുവിന്റെ ചെയ്തികളെല്ലാം ഞൊടിയിടയിലാണ്. ഓൺ ദി സ്പോട്ടിൽ ചെയ്തു തുടങ്ങുക. അവൻ പറയുന്നു ചെയ്യുക, അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. അപ്പോഴൊക്കെയാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. ക്രിസ്തുവിന്റെ പദ്ധതികളും ഭാവനകളും ഒക്കെ ഓൺ ദി സ്പോട്ടിൽ ചെയ്തു തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ജീവിതമല്ല നമ്മുടേത്. ഇന്ന് നിറവാകണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങേണ്ടിയിരിക്കുന്നു.
ഇന്ന് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ കൈകൂപ്പി തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ ദൈവം കരുണ പൊഴിക്കണമെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവിതം ഓൺ ദ സ്പോട്ടിൽ വെച്ച് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. വീണ്ടും ഈ പെസഹായിലേക്കൊക്കെ ഒന്ന് കടന്നു ചെന്ന് ചിന്തിക്കുക. പെസഹായിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് അഭിനയിക്കുന്ന ആളുകളുണ്ട്. ചുറ്റും 12 പേരുണ്ട്. ഈ 12 പേരും പല മനസ്സുകളുമായിട്ടായിരിക്കുന്നത്, പല മനസ്സുകളുമായിട്ടാണ് ഇരിക്കുന്നത്. അവൻ അന്ത്യത്താഴം ആഘോഷിക്കുകയാണ്. അപ്പോൾ പലരുടെയും മനസ്സിലുണ്ട് അടുത്ത രാജാവാര്, അടുത്ത സേനാപതിയാര്, ആരാണ് നയിക്കുന്നത്, ആരാണ് കാലാൾപ്പട, ആരാണ് മന്ത്രി, ഇങ്ങനെ ചിന്തകളൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ആ മനസ്സിലുള്ളതിനെയൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അവൻ ഓർമ്മിക്കുവാൻ വേണ്ടി പാഠം നൽകുകയാണ്. അവൻ അവരുടെ മനസ്സിലുള്ളതിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഓർമ്മിക്കുന്ന പാഠം നൽകുന്നു. എന്താണ് അവൻ നൽകുന്ന പാഠം? അവൻ നൽകുന്ന പാഠം ഇത്രമാത്രം. നസ്രായന്റെ കൂടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് മനോഹരമായിട്ട് പറയുന്നു. അവൻ ഇപ്രകാരമാണ് പെസഹ ആഘോഷിക്കുക. അവൻ അപ്പമെടുത്ത് വിഭജിച്ച് കൊടുത്തു തുടങ്ങി. ഓരോ പ്രാവശ്യവും മുറിക്കുമ്പോഴും കയ്യിലിരിക്കുന്ന അപ്പക്കഷ്ണം ചെറുതായി തുടങ്ങി. ഓരോ പ്രാവശ്യം മുറിക്കുമ്പോഴും കയ്യിലിരിക്കുന്ന അപ്പക്കഷ്ണം ചെറുതായി തുടങ്ങി. അവസാനം ശൂന്യമായ കരങ്ങളുമായിട്ട് നിൽക്കുന്നവൻ പറയുന്നു, ഇത് എന്റെ ശരീരം, ഇതെന്റെ ശരീരം. ശൂന്യമായ കരങ്ങളോടുകൂടി അവൻ പറഞ്ഞു വെക്കുകയാണ്, ഇതെന്റെ ശരീരം. ഒന്നുമില്ലാത്ത ജീവിതത്തെ എടുത്തു വെച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നു, ഇനിയും നീ കൊടുത്തു തുടങ്ങുമ്പോൾ ശൂന്യത അനുഭവപ്പെടും. അവിടെ നിന്നാണ് നീ ഓർമ്മിക്കപ്പെടുക. നീ ബലി കഴിച്ചു തുടങ്ങുമ്പോഴാണ് നീ ഓർമ്മിക്കപ്പെടുക. നീ മുറിവേൽക്കുമ്പോഴാണ് നീ ഓർമ്മിക്കപ്പെടുക. നീ വിട്ടുകൊടുക്കുമ്പോഴാണ് നീ ഓർമ്മിക്കപ്പെടുക. കയ്യിൽ അപ്പം എടുത്തു വെച്ചുകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ടല്ല ക്രിസ്തു പറയുന്നത്, മുറിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇതെന്റെ ശരീരം. സ്നേഹമുള്ളവരെ, മുറിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മളും പറയേണ്ടത്, വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മളും പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടതും വിഭജിക്കപ്പെട്ടതുമായി എന്റെ ജീവിതം എന്ന് പറയണം. എന്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് പറയണം, ഇത് നിനക്ക് വേണ്ടി ദൈവം നൽകിയ ജീവിതം. മക്കളും പറഞ്ഞു തുടങ്ങണം, ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങണം, ഇത് നിങ്ങൾക്ക് വേണ്ടി. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് പെസഹായുടെ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്കൊക്കെ കടന്നു ചെല്ലുക. ഇത്തിരി പാലും ഇത്തിരി ബ്രെഡും എടുത്ത് ആഘോഷിക്കപ്പെടേണ്ട ഒരു ആഘോഷമല്ല പെസഹ. മറിച്ച് ഇതുവരെ ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട തിരുനാളാണ് പെസഹ. ഇതുവരെ ഞാൻ അവരിന് വേണ്ടി, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട തിരുനാളാണ് പെസഹ. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മുറിക്കപ്പെട്ട അപ്പവും കുടിച്ച പാലുമൊക്കെ വെറും പാലും അപ്പവുമായിട്ട് തന്നെ നിൽക്കും. മറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ യഥാർത്ഥ പെസഹായാണ്, ഓർമ്മിക്കപ്പെടും. നാളെ നമ്മുടെ മക്കളൊക്കെ അന്യദേശങ്ങളിലൊക്കെ പെസഹായുടെ തിരുനാളിൽ ആഘോഷിക്കപ്പെടാതെ നിൽക്കുന്ന ദിവസങ്ങൾ വരുമ്പോൾ അവര് പറയും, അന്ന് എന്റെ അപ്പൻ മുറിച്ചു വിളമ്പിയ അപ്പത്തിൽ അപ്പന്റെ ജീവിതമുണ്ടായിരുന്നു, അന്ന് അപ്പൻ തന്ന പാലിൽ അപ്പന്റെ രക്തത്തിന്റെ മണമുണ്ടായിരുന്നു. അതായിരുന്നു ഇന്ന് ഈ അന്യനാട്ടിൽ എന്നെ 2 കാലം ഉറപ്പിച്ചു നിർത്തുന്നത്. സ്നേഹമുള്ളവരെ, ചിന്തകൾ മാറി, ചിന്താഗതികൾ മാറി. അതേസമയം നമ്മൾ വെച്ചുകൊടുത്ത പകർന്നു കൊടുത്ത പാലിനും അപ്പത്തിനുമൊക്കെ അർത്ഥമില്ലാതെ കൊടുത്തിരുന്നെങ്കിൽ അന്നൊന്നും അത് ഓർമ്മിക്കപ്പെടത്തില്ല. അന്യദേശങ്ങളിൽ മക്കളൊക്കെ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ പാല് കാച്ചലും അപ്പം മുറിക്കലും ഒക്കെ ഓർമ്മിക്കണമെങ്കിൽ അവർക്ക് തോന്നണം, അതുവരെ എൻ്റെ അപ്പനും അമ്മയും അവരുടെ ജീവിതമായിരുന്നു എനിക്ക് മുറിച്ചു നൽകിയതെന്ന്. സ്നേഹമുള്ളവരെ, ഇനിയും ക്രിസ്തു നീങ്ങുന്നത് ദുഃഖ വെള്ളിയിലേക്കാണ്, സഹനങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പം മുറിച്ചു കൊടുത്തവൻ അവിടെ 2 വ്യക്തികളെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് യൂദാസ്, ഒന്ന് പത്രോസ്. ഒന്ന് യൂദാസ്, ഒന്ന് പത്രോസ്. 2 വ്യക്തിത്വങ്ങളും നമ്മളിലുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഈ 2 വ്യക്തിത്വങ്ങളെയൊക്കെ പരിചയപ്പെടണം. ശരിക്കും വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നത്, യൂദാസ് അപ്പം കഴിച്ചതിന് ശേഷം
പുറത്തേക്ക് പോയി. അപ്പോൾ അന്ധകാരമായിരുന്നു. നമ്മൾ അപ്പം കഴിക്കുവാൻ വരുന്നത്, ഈശോയെ സ്വീകരിക്കാൻ വരുന്നതും ഇങ്ങനൊക്കെ തന്നെ. അന്ധകാരത്തിൽ നിന്ന് വന്ന് അപ്പം സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തിലേക്ക് തന്നെ മടങ്ങുന്ന ജീവിതങ്ങളാണ് ചിലപ്പോഴൊക്കെ നമ്മൾ. കലഹങ്ങളിൽ നിന്ന് വന്ന് കലഹപ്രിയരായിട്ട് വീണ്ടും കലഹിക്കാൻ വേണ്ടി പോകുന്ന ജീവിതങ്ങളാണ് നമ്മൾ. സ്നേഹമുള്ളവരെ, കലഹങ്ങളിൽ നിന്ന് വന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് കാരുണ്യത്തിലേക്ക് പോകേണ്ടതിന് പകരം കലഹങ്ങളിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ചിട്ട് കലഹപ്രിയരായിട്ട് വീണ്ടും കലഹിക്കാനായിട്ട് പോകുന്നു. വൈരുദ്ധ്യങ്ങളാണ് ജീവിതം. ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ കോമാളികളായിട്ട് നൃത്തം ചവിട്ടുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ കർത്താവിനെ നോക്കിക്കൊണ്ട് ജീവിക്കണം. സ്നേഹമുള്ളവരെ, യുദാസിനെ തമ്പുരാൻ വിളിക്കുന്ന ഒരു വലിയൊരു വിളിയുണ്ട്, സ്നേഹിത എന്ന്. അവനെ സ്നേഹത്തിൽ മുക്കി ആ അപ്പം കൊടുത്തിട്ടും അവന് മനസ്സിലായില്ല അവന് ഗുരു ചെയ്തതിനെ കുറിച്ച്. ഇതുപോലൊക്കെ തന്നെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ പ്രാണനും ജീവനും ചോരയുമൊക്കെ കൊടുത്ത് അവളെ സ്നേഹിച്ചിട്ട് വളർത്തി പഠിപ്പിച്ചിട്ടും, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് പഠിപ്പിച്ച് വളർത്തിയിട്ടും എൻ്റെ അച്ഛ അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല തമ്പുരാന്റെ സന്നിധിയിൽ. ക്രിസ്തുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും ചിലപ്പോഴൊക്കെ പിതാവ് പോലും മറുപടി പറഞ്ഞിട്ടില്ല. ഗെത്സമേനിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പറഞ്ഞവൻ അടുത്ത നിമിഷത്തിൽ തിരിച്ചറിവ് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. പരാതികളില്ല, പരിഭവങ്ങളില്ല. നോക്കുക, പ്രാർത്ഥനകൾ പരിശുദ്ധമായവന്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് പ്രകാരമാണ്. സ്നേഹമുള്ളവരെ, ഒരു നിസ്സഹായ അവസ്ഥയിൽ ഈശോ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. പെട്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിഞ്ഞപ്പോൾ തിരുത്തി പ്രാർത്ഥിച്ചു, ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല. ഇത് നിന്റെ ഹിതമെങ്കിൽ പരിഭവങ്ങളില്ല. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്. പരിഭവങ്ങളും പരാതികളും ഉയർത്തുന്നില്ല. അറിയാതെ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ഇനിയും പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരം. അവനപ്പം വിഭജിച്ചു കൊടുത്തതിനു ശേഷം ഏകാന്തതയിലേക്കാണ് പോയത്. ജീവിതത്തിന്റെ ഏകാന്തതയിലൊക്കെ നട്ടല് നിവർത്തിയും ചുവടളകാതെയും ഒക്കെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആഘോഷിച്ച പെസഹായ്ക്കൊക്കെ അർത്ഥമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആഘോഷിച്ച പെസഹായൊക്കെ ഓർമ്മിക്കപ്പെടണം. എന്നാലൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകളിലൊക്കെ നമുക്ക് തിരുത്തി പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണെന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. ഈ 40-ാം വെള്ളിയാഴ്ച നാളെ ആഘോഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ മാർജിനിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പരിഭവങ്ങളുടെ തുലാസ് എടുത്തു വെക്കുന്നു, പുണ്യങ്ങളുടെ തുലാസ് താഴ്ന്നു നിൽക്കുന്നു. പുണ്യങ്ങൾ എടുത്തു വെക്കാനില്ല അധികമൊന്നും, പരിഭവങ്ങൾ മാത്രം, പരാതികൾ മാത്രം. പക്ഷേ തമ്പുരാൻ പറയുന്നത്, എടുത്തുയർത്തേണ്ടത് നിന്റെ പുണ്യ ജീവിതത്തെ. നിനക്ക് ഞാൻ ദാനമായിട്ട് നൽകിയ, നിനക്ക് എന്റെ ചോരയും നീരും നൽകി നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ജീവിതത്തെ നീ ഒന്ന് എടുത്തുയർത്തി വെക്കുക. അപ്പോഴൊക്കെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതകളിലും തിരുത്തി പ്രാർത്ഥിക്കുവാനുള്ള ബലം നിനക്ക് ഞാൻ തരുമെന്ന്. ഇനി കുരിശിന്റെ വഴിയിലേക്കൊക്കെ യാത്ര ചെയ്യുക. കുരിശിന്റെ വഴിയെ നാം വളരെ വിശുദ്ധമായിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പാതിരാത്രിയില് ജീവന് വേണ്ടി പലായനം ചെയ്ത ഒരു കഥയുണ്ട് നസ്രത്തിൽ. ഒരമ്മയെയും മകനെയും കഴുതയുടെ പുറത്തിരുത്തി ഒരു വളർത്തു പിതാവ് ഓടി നടക്കുകയാണ് പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി. ജീവിതത്തിന്റെ ആരംഭത്തിൽ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയവൻ ഇന്ന് പ്രാണൻ കൊടുക്കാൻ വേണ്ടി തന്നെ കൊടുത്തു തീർക്കുകയാണ്.